എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഗീതു ആകെപ്പാടെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് ചെന്ന് കയറുവാണ്. ഈ സമയത്താണെങ്കിലോ ഗോവിന്ദിന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമായിരുന്നു രാധികാമയും വരുണും ഒക്കെ കൂടി. അങ്ങനെ ഗീതു തകർന്ന് കയറി ചെല്ലുന്ന കഴിയുമ്പോഴത്തേനും പ്രിയ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതു ചേച്ചി ആകെപ്പാടെ തളർന്നാണല്ലോ വരോ? പിറന്നാളൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് വന്നായിരിക്കും അല്ലേ? അല്ല എന്തിയെ ഗോവിന്ദേട്ടൻ എന്തിയെന്ന് ചോദിക്കണം. ഇതിന് മറുപടി ഒന്നും ഗീതു പറഞ്ഞില്ല. ഗീതു അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രാധിക പറഞ്ഞു, അവിടെ നിന്നേന്ന് പറയണം. അല്ല നിന്റെ ഒപ്പം അല്ലേ കണ്ണൻ വന്നേ, കണ്ണൻ എന്തിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗീതു എന്ത് ചെയ്യാണ്, തൻ്റെ ബാഗ് അങ്ങോട്ട് തുറന്നു നോക്കുക. അയ്യോ ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എങ്ങോട്ട് ചാടിപ്പോയെന്ന് അറിയത്തില്ല. പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ല, എപ്പോഴാണ് പോണേ എന്താന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാണ്. അതെ ഗീതു തമാശ കളിക്കരുത് കേട്ടോ, നിന്നോട് ചോദിച്ചാൽ കണ്ണൻ എന്ത് ചെയ്യാന്നാ, നിന്റെ ഒപ്പമാണ് അവൻ ലഞ്ച് കഴിക്കാൻ വന്നേ, പിന്നെ അവൻ എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. കുറേ സമയമായിട്ട് അവന് ഫോൺ വിളിക്കുന്നുണ്ട്, അവന് ഫോൺ വിളിച്ചിട്ട് അവന് കോള് വിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം. അപ്പം അതാണ് കാര്യം. അതെ രാധികാമ്മയുടെ ശല്യം സഹിക്ക വയ്യാതെ ഫോൺ എൻ്റെ തന്നിട്ട് കണ്ണേട്ടൻ പോയി. ഈ ശല്യം എന്തിനാണോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അറിയാവോ, അങ്ങ് നോക്ക്, സംശയമുണ്ട് ഇങ്ങ് നോക്കെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ ഫോൺ ബാഗിനകത്ത് നിർത്തുന്നിട്ട് കാണിക്കണം. രാധികാമ്മയ്ക്ക് മനസ്സിലായി, ഇതെങ്ങനെ ഇവളുടെ ഈ ഫോൺ വന്നു, ഇനിയിപ്പോൾ ഇവള് പറഞ്ഞൊക്കെ ശരിയായിരിക്കുമോ, ഇനിയിപ്പോൾ താൻ വിളിച്ചെന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൽ ഫോൺ ഇവളുടെ കൊടുത്തായിരിക്കും. അങ്ങനെ വരാൻ വഴിയില്ല. പ്രിയ വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതി ചേച്ചി പറയണേ, എന്തിയേ ഗോവിന്ദേട്ടൻ എന്തിയെന്ന് ചോദിക്കണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനി കൂടുതൽ അറിയേണ്ടവർക്ക് പോയി അന്വേഷിക്കാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയയുടെ മുഖത്തടിക്കുന്ന പോലെ പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് എറുപ്പുവാണ്. പ്രിയയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. രേഖ പെട്ടെന്ന് നട്ടു പറഞ്ഞു, നീ സങ്കടപ്പെടുണ്ടോ കേട്ടോ മോളെ, അവളുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് അതുകൊണ്ടാന്ന് പറയണം. എന്നാലും എന്നോട് അങ്ങനെ പറയുന്നല്ലോ ഗീതി ചേച്ചി, ഗീതി ചേച്ചിക്ക് പെട്ടെന്ന് എന്ത് പറ്റി, എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഗോവിന്ദേട്ടനുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കുമോ, അതാണോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വന്നിരിക്കുന്നത്? ചിലപ്പോൾ അതായിരിക്കും, എന്തേലും ഒരു പ്രശ്നം അവർ തമ്മിൽ കാണുമായിരിക്കും എന്ന് പറയാണ്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഗീതുവിന് ഒരു സമാധാനം ഉണ്ടായില്ല. ഗീതു ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഗോവിന്ദന് ഫോൺ ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്. ഇതാരാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേനും ശിവരഞ്ജിനെ വിളിച്ചോണ്ടേ. ഇവളെന്തിനാ ഇങ്ങോട്ട് വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? ഫോൺ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും. കുറേ സമയം ബെല്ലടിച്ചിട്ടും ഗീതു മൈൻഡ് ചെയ്തില്ല. വീണ്ടും ബെല്ലടിച്ച് കഴിയുമ്പോഴത്തേനും ഗീതു കോൾ എടുക്കുവാണ്. കോൾ എടുത്തപ്പോഴത്തേനും അങ്ങനെ തളിക്കുന്നത്, ഇതേ ഗോവിന്ദയുടെ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. ഗീതു ഇങ്ങനെ തലയ്ക്ക് ഒന്നും മിണ്ടിയൊന്നുമില്ല. ഗീതു ഫോൺ വെറുതെ കോൾ എടുത്തിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനൊന്നും സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ ഈ ഫോൺ ഗീതുവിൻ്റെ കയ്യിൽ കിട്ടിക്കാണുമായിരിക്കും. നമ്മൾ ഇറങ്ങിയ വഴി ഹോട്ടലിൽ വെച്ച് മറന്നു കാണുമായിരിക്കും ഗോവിന്ദേട്ടൻ. ആ ഫോൺ ഗീതുവിനെ വിളിച്ച് കൊടുത്തു കാണും. ഗീതുവിൻ്റെ കയ്യിലായിരിക്കും ഫോൺ ഇരിക്കണമെന്ന് പറയുവാണ്. പക്ഷേ ഗോവിന്ദ് പറഞ്ഞേ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരിലും എടുത്തോണ്ട് പോകാനൊന്നും പറയാൻ പറ്റില്ലോ. അങ്ങനെ കുറേ സമയം ഹലോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഗോവിന്ദൻ എന്ത് ചെയ്യുവാണ്, നിങ്ങൾ ആരാ, അത് എൻ്റെ ഫോണാട്ടോ, അതിങ്ങ് തരണം കേട്ടോ എന്ന് പറയാണ്. പക്ഷെ ഇങ്ങനെ തലയ്ക്കുന്ന അന്നിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. അവസാനം ഗോവിന്ദ് പറഞ്ഞു, അതെ നിങ്ങളോട് ഞാൻ പറയുന്നൊന്നും കേൾക്കണില്ല എന്ന് ചോദിക്കണം. റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഗീതു പെട്ടെന്ന് കോള് കട്ട് ചെയ്യണം. റോങ് നമ്പർ, ഇത് ഗീതുവിൻ്റെ സൗണ്ടാണല്ലോ, എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ട്. എന്താ ഗോവിന്ദേട്ടാ, ഇത് ഗീതു തന്നെയാണ്, ഗീതുവിൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നത്. അന്ന് അത് ഫോൺ അവളുടെ കയ്യിൽ തന്നെയുണ്ടെന്ന് ശിവരഞ്ജിനി പറയുകയാണ്. പിന്നീട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കൂട്ടിയിരിക്കുക. ഈ ഭദ്രൻ ആരാന്ന് ഇതുവരെയായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ഭദ്രൻ്റെ ഒറിജിനൽ സ്വഭാവം എന്താന്ന്. ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ പതുക്കെ മാറ്റി വെച്ച ഒരു കോമാളിയെപ്പോലെ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. കളി എല്ലാവരും ഞാൻ പഠിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിലാസിനെ അങ്ങോട്ട് വരുന്നത്. അല്ല നിങ്ങളിത് എന്ത് ഇരിപ്പോ മനുഷ്യരിക്കുന്നേ, പോവണ്ടെന്ന് ചോദിക്കണേ. എങ്ങോട്ട്? അല്ല രാധികാമ്മ വിളിച്ചില്ലേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. എന്താ രാധികാമ്മയുടെ ഇന്ന് രണ്ടാംകെട്ട് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കണം. ഇതേ മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നല്ല കാര്യത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയണേന്ന് ചോദിക്കണം. ഞാൻ എന്താണല്ലോ ഒരിടത്തേക്കും ഇല്ല. പിന്നെ ഇവരെ അവർ വിളിക്കുമ്പോൾ ഉടനെ പോവാനായിട്ട് അന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടിമയല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാധികാമ്മ വിളിച്ച എന്തിനാണെന്നറിയാവോ, ഇന്ന് ഗോവിന്ദൻ പിറന്നാളാന്ന് പറയും. പിറന്നാളോ? അതെ, ആരോടും പറയണ്ടെന്ന് പറഞ്ഞ, പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ നിങ്ങളോട്, അതിനാ ക്ഷണിച്ചേ. അങ്ങനെയാണോ? എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറയണം. അന്ന് നിങ്ങൾ എഴുന്നേറ്റ് നല്ലൊരു അടിപൊളി വേഷം ഇട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ശരി എന്നാൽ നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗീതുവിൻ്റെ അടുത്തേക്ക് രേഖയും പ്രിയയും കൂടെ വരുന്നുണ്ട്. പ്രിയോടെ വന്നപ്പോൾ ഗീതു ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. രേഖ വന്നോട് ചോദിച്ചു, എന്ത് പറ്റി ഗീതു, നിനക്ക് എന്താ പറ്റിയത്, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഗോവിന്ദൻ്റെ പിറന്നാളായിട്ട് നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കണം. ഇല്ല രേഖിച്ച്, എനിക്കൊരു മൂഡില്ലാന്നാണ്. എന്താ ഗോവിന്ദേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും.
പിന്നെ എന്താ പറ്റി നിനക്ക്? നിന്റെ മുഖത്ത് ആകെപ്പാട് വിഷമമുള്ളോ? നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്നോട് എന്തേലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊന്ന് പൊട്ടിക്കരയണം രേഖേച്ചി എന്ന് പറയണം. പറയുക മാത്രമല്ല, രേഖേനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുവാണ് അങ്ങോട്ട്. രേഖയ്ക്കും ഭയങ്കര വിഷമായിപ്പോയി. ഗീതു ഇങ്ങനെ തകർന്ന് കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. എന്ത് പറ്റി ഗീതു? നിനക്ക് എന്താ ഒരു വിഷമമുണ്ടല്ലോ? എന്തുണ്ടല്ലോ എന്നോട് തുറന്നു പറയാമെന്ന് പറയാണ്. അതെ, എനിക്ക് രേഖേച്ചിയോട് മാത്രമേ പറയാനുള്ളേ. അപ്പോൾ പ്രിയ മുറിയിലുണ്ടായിരുന്നു. എനിക്ക് രേഖേച്ചിയോട് മാത്രം സംസാരിക്കണമെന്ന് പറയാം. പ്രിയ പറഞ്ഞു, എന്താ ഗീതു ചേച്ചി ഇത്? ഗീത ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഗീത ചേച്ചി അന്യമായിട്ട് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഗീത ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ. ഇനി എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. രേഖേച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് മാറിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് രേഖ വെച്ച്, എന്താ ഗീതു ഇത്? നീ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പം പോ രേഖേച്ചി, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയാം. അവഗണിക്കപ്പെടുമ്പോൾ ഉള്ളൊരു വേദനയുണ്ടല്ലോ, അതെത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല രേഖേച്ചി എന്ന് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് രേഖ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗീതു പിന്നെ ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ അടുത്തേക്ക് രാധികാമ്മ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇതുവരെയായിട്ട് കണ്ണം വന്നില്ലല്ലോടാ. എങ്ങനെ വരും? അങ്ങനെ എവിടെയെങ്കിലും പോയി കാണുന്ന പറയാം. അങ്ങനെയൊന്നുമില്ല. ഫോൺ ഗീതുവിൻ്റെ കയ്യിലാകുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ കമ്പനി കാണുവേ. കമ്പനി കാണാൻ വഴിയില്ല. കമ്പനിയിലോട്ട് ഇങ്ങോട്ട് വരണ്ടല്ലേ. ഗീതുവിന് അറിയായിരിക്കും എവിടെയാന്ന്. പക്ഷെ കൃത്യസമയത്ത് തന്നെ വന്നില്ലെങ്കിൽ നമ്മൾ നാണം കിടും എല്ലാവരുടെ മുന്നിൽ. കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എല്ലാം VIP പാർട്ടീസൊക്കെയാണ്. അവർ വന്നു കഴിയുമ്പോൾ ഗോവിന്ദില്ലെങ്കിൽ എങ്ങനെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യും? ഇതൊക്കെ ഓർത്ത് രാധികാമ്മയ്ക്ക് ആകെപ്പെടെ തലയ്ക്ക് ഭ്രാന്തായിപ്പോയി. പിന്നീട് കാണിക്കുന്ന രേഖ ഒരുങ്ങിയിട്ട് ഗീതുവിൻ്റെ മുറിയിലേക്ക് വരുവാണ്. ഗീതു അപ്പോഴും അതേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ്. ഇതെന്താ നീ ഒരുങ്ങിയില്ലേ ഗീതു എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു മൂടില്ല രേഖിച്ച്, ഞാൻ വരുന്നില്ലെന്ന് പറയും. അതെങ്ങനെ ശരിയാവും? എല്ലാവരുടെ ആഘോഷിക്കാതെ തയ്യാറായിട്ടിരിക്കുക. നീയും കൂടെ വാ, നീയും കൂടെ ഉണ്ടെങ്കിലല്ലേ ആഘോഷം പൂർണ്ണമാകുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു രേഖിച്ച്, എന്നെ വെറുതെ വിട്ടേരെ. എനിക്ക് ആരുടെ ആഘോഷത്തിൽ വരുവാൻ വേണ്ട, ആരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടെന്ന് പറയും. അതെങ്ങനെ ശരിയാവും മോളെ? വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ എൻ്റെ മുന്നിൽ നാണം കെടില്ലേ ഗോവിന്ദേട്ടൻ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാ എൻ്റെ നാണക്കേട്? ഗീത ചേച്ചിക്കും ഗോവിന്ദേട്ടനും കൂടെ നാണക്കേടല്ലേ? എങ്കിൽ ഗീതുവിനും ഗോവിന്ദേട്ടനും കൂടെ എൻ്റെ നാണക്കേടില്ലേ? അതുകൊണ്ട് വാന്ന് പറയാണ്. വേണ്ടാന്ന് പറയണേ. എന്തിനാ ഗീതു ഇങ്ങനെ വാശി പിടിക്കണേ? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് പറഞ്ഞു തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ബാക്കിയുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമല്ലേ ആവുള്ളൂ. നിങ്ങൾ തമ്മിൽ പ്രശ്നമാണെന്നറിയുമ്പം ഇതിൻ്റെ ഇടയ്ക്കിട്ട് വെള്ളം കലക്കാനായിട്ട് കുറേ ആൾക്കാർ വരും. അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ. അപ്പോൾ അവർക്കായിട്ട് അടിക്കാണ്ടൊരു വടി വെട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എഴുന്നേറ്റ് വന്നേന്ന് പറയണേ. എഴുന്നേറ്റ് വന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വാ, നമുക്ക് പിറന്നാൾ അങ്ങോട്ട് ഗംഭീരമാക്കുക. അല്ലേലും ഈ സമയത്ത് ഭാര്യയല്ലേ മുമ്പിൽ നിന്ന് നിൽക്കണ്ടേ? പെട്ടെന്ന് ഗീത പറഞ്ഞു, ഭാര്യയോ? ആര്, ഞാനോ? എന്നെ ഭാര്യയായിട്ട് അവർ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ വീട്ടിൽ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഗോവിന്ദേട്ടൻ്റെ? പിന്നെ ഞാൻ എന്തിനാ ഈ വേഷം കെട്ടുന്നേ? സ്വന്തം ഭർത്താവായ ഗോവിന്ദേട്ടൻ പോലും അംഗീകരിച്ചിട്ടില്ല, എന്നെ അവഗണിക്കുകയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനെല്ലാവരുടെ മുന്നിൽ വേഷം കെട്ടി നടക്കണമെന്ന് പറയണം. അതൊന്നും പറയണ്ട, പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞിട്ട് രേഖ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വലിയ പാർട്ടിക്കുള്ള സജ്ജീകരണം എല്ലാം നടത്തി. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭദ്രൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് റഹ്റാൻ വരുന്നത്. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ മുമ്പേ മാധവൻ നായരുടെ കാര്യസ്ഥനല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഭദ്രനും വിലാസിനെയും ഞെട്ടി. അല്ല എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല നിങ്ങളെ മുമ്പ് ഞാൻ കണ്ടുപരിചയമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ട് പരിചയമുള്ള പോലെ തോന്നുന്നു എന്ന് പറയുവാണ്. ശരി ശരി, നിങ്ങൾ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാന്നൊക്കെ പറയുന്നുണ്ട് ഭദ്രന്. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണിയും പ്രിയയും കൂടെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അല്ല ഇതാരാ ഈ നിൽക്കുന്നേ? അതോ, അതെൻ്റെ മോളാന്ന് പറയാണ്. ഓ അപ്പം കിഷോറിൻ്റെ ഭാര്യ. ഓ മനസ്സിലായി. കിഷോർ പറഞ്ഞിട്ടുണ്ട്, കിഷോറിനെ പോലുള്ള ഒരു മോനെ മരുമോനായിട്ട് കിട്ടാൻ നിങ്ങൾ പുണ്യം കിട്ടണം. ഓ എത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ളവനാ, എത്ര നല്ല കഴിവുള്ളവനാണെന്നറിയാം അവന്. അവൻ ഇനിയും നല്ല ഉയർച്ചയിലെത്തും എന്നൊക്കെ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർണയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഭർത്താവിനെ കുറിച്ച് പൊക്കിയാണല്ലോ പറഞ്ഞേക്കുന്നേ. പിന്നീട് ഭദ്രൻ അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേനും അജാസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവനിട്ടൊരു പണി കൊടുക്കണം. അജാസ് അങ്ങ് വന്നിപ്പിച്ചു, ഓ ഗോവിന്ദൻ്റെ ഡ്രൈവറാണല്ലോ വരുന്നേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുവാണ്. എന്തൊക്കെ വിശേഷം? നമുക്ക് എന്നും അന്നും ഇന്നലെ ഒരേ വിശേഷം തന്നെയാന്ന് പറയണേ. അത് നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നേ. നീ ഞാനുമായിട്ടൊരു കണക്ക് ബാക്കിയുണ്ട്. അന്ന് എന്നെ കാറ് കയറ്റിക്കൊണ്ട് പോയില്ലേ, ആ ഒരു കണക്കുണ്ട്. ആ ഒരു കണക്ക് നമുക്ക് തമ്മിൽ തീർക്കണ്ടേന്ന് ചോദിക്കുകയാണ്. കണക്കൊക്കെ തീർക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, കാത്തിരിക്കാൻ പറയണം. ഓഹോ, അപ്പം നീ അത്രയ്ക്ക് വലിയ ആളാ എന്നും പറഞ്ഞിട്ട് അജാസിനെ വെല്ലുവിളിക്കുകയാണ്. അജാസ് പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല, ഞാനിപ്പം ഗോവിന്ദ് സാറിൻ്റെ വെറും ഡ്രൈവർ മാത്രമാണ്. പിന്നെ ഗോവിന്ദ് സാറിൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത കൂടെ എനിക്കുണ്ട്.
അങ്ങനെ പല പല കാര്യങ്ങളും എന്നിലുണ്ടെന്ന് പറയണം. ഓ, നീ അത്രയ്ക്ക് വലിയ ആളാണ്, ഒരു കാര്യം ചെയ്യാം. ഇവിടെ പല കാര്യങ്ങളും നടക്കും, അതൊക്കെ തടയാൻ പറ്റുമെങ്കിൽ തടയാൻ പറയാണ്. ഈ സമയത്ത് അജാസിന്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി. എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇയാൾ. എന്തായിരിക്കും? എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഇയാളല്ലേ അത് പുറത്ത് വരിക തന്നെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് രാധികാമ്മ നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും വന്നില്ലല്ലോ വരുണ, ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും? എല്ലാ ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയെന്ന് പറയാണ്. അമ്മയുടെ ഉദ്ദേശം എന്താ മനസ്സിൽ? ഞാൻ എന്തുദ്ദേശിക്കാനാ? ഗോവിന്ദ് വന്നില്ലെങ്കിൽ ഈ പാർട്ടി നടക്കുമെന്ന് ചോദിക്കുകയാണ്. വന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മളെല്ലാവരും നാണം കിടും. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടായിരുന്നു എൻ്റെ അമ്മേ ഇങ്ങോട്ട് ആൾക്കാരെ വിളിക്കാനായിട്ട്. എനിക്ക് നല്ല സംശയമുണ്ട് ഇതെല്ലാം ഗീതുവിൻ്റെ പരിപാടിയാണ്. ഗീതു പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളിവിടെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ട്, ഗോവിന്ദോട് മാറി നിൽക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കുന്നുണ്ടേ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല മോനെന്ന് പറയാണ്. അത് തന്നെ ആയിരിക്കും അമ്മേ, വേറെ കാര്യമൊന്നും ഇല്ലായിരിക്കും. അല്ല അമ്മ ഇനി എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ഞാനൊരു കാര്യം ഉദ്ദേശിച്ചുള്ളൂ. ചെന്നിട്ട് എല്ലാവരും പറയാം ബർത്ത്ഡേ പാർട്ടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുന്നത്, അത്ര മാത്രം ഇനി നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.